എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് പബ്ലിക്കാണ്, അതായത് സാധാരണ ജനങ്ങൾ അറിഞ്ഞ എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന, ആരാധിച്ചിരുന്ന, ഒത്തിരി ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ പേരിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മോഹൻലാലിനെ കുറിച്ച് വന്നു. മോഹൻലാൽ ഹോസ്പിറ്റലായി, അതിനുശേഷം അപ്പോൾ അതിനെക്കുറിച്ച് അത് പ്രഷർ കയറിയിട്ട് അഡ്മിറ്റായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി രംഗത്തെത്തിയത്. ആക്ച്വലി ഈ നടിയെ ഞാൻ മലയാള സിനിമയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ തെലുങ്ക് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടി. ആ നടിയുടെ പുതിയ വെളിപ്പെടുത്തലല്ല സിദ്ദിഖിനെതിരെയായിരുന്നു. അമ്മയുടെ സെക്രട്ടറിയായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന സിദ്ദിഖിനെതിരെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതുപോലെ സിദ്ദിഖ് റൂമിലേക്ക് വിളിച്ചുവെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചെന്നും സെക്ഷുവലി അബ്യൂസ് ചെയ്തെന്നും അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് അത് റേപ്പ് തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് രേവതി സമ്പത്ത് പറയുന്നത്. അതിനുശേഷം നമ്മൾ കേട്ടത് സിദ്ദിഖിൻ്റെ രാജിയായിരുന്നു. അതായത് അമ്മ എന്ന സംഘടനയിൽ നിന്ന് സിദ്ദിഖ് രാജിവെച്ചു എന്നതിനെക്കുറിച്ചാണ് അറിഞ്ഞത്. ഒരുപക്ഷെ സിദ്ദിഖ് അത് കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കാം അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ രേവതി സമ്പത്ത് റിയാസ് ഖാനെതിരെ പറഞ്ഞു. റിയാസ് ഖാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിയിൽ 9 ദിവസം ഉണ്ടാകും, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോ ആരൊക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒപ്പിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞു. ഇതിനിടയ്ക്ക് രേവതി സമ്പത്ത് വീണ്ടും പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം രേവതി സമ്പത്തിനെതിരെ ഭയങ്കര രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടന്നിരുന്നത്. അവരെ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അവരുടെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയതിന് ശേഷം പിന്നീട് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുകയാണ് എന്ന തരത്തിൽ പറയുകയുണ്ടായി. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ ലൈഫ് മുമ്പിൽ വെച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതിന് ലൈക്ക് ഷെയർ കിട്ടിയിട്ട് എനിക്കെന്താ കാര്യം? അതും ഒരു ശരിയായ കാര്യം തന്നെയാണ്. പുള്ളിക്കാരി എടുത്തു പറയുന്നുണ്ട്, ഈ സിദ്ദിഖ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു സിനിമയുടെ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയെന്ന് പറയുന്നു. എന്നാൽ ആക്ച്വലി ആ സിനിമ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ഈ ചെന്ന ഹോട്ടലിലുള്ള ജീവനക്കാർ പോലും ഇതെല്ലാം അറിയാം, അവർക്കും കാര്യങ്ങളെല്ലാം അറിയാം, അവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോയി എന്ന തരത്തിലാണ് ഈ രേവതി സമ്പത്ത് എന്ന നടി പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ചാണ് രേവതി സമ്പത്ത് പറയുന്നത്. അന്ന് ചെറിയ പ്രായമായിരുന്നു എന്നും എനിക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ ഉള്ള കപ്പാസിറ്റി അന്ന് ഉണ്ടായിരുന്നില്ല എന്നും പുരുഷൻ്റെ അത്ര ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം സിദ്ദിഖ് വളരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് സെക്ഷുവലി അബ്യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ തരത്തിൽ രേവതി പറയുകയുണ്ടായി. എന്നാൽ ഏറെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രേവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ട് താല്പര്യമില്ല, പക്ഷേ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയും, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ നടിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ലീഗലി മുമ്പോട്ട് പോകണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. കാരണം മറ്റൊരാൾക്കാർക്കും ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രചോദനമാകണം. ഒരുപക്ഷെ ഇനിയിപ്പം രേവതി സമ്പത്ത് ചിന്തിച്ചോ എന്നറിയത്തില്ല, അയാളുടെ ഭാഗത്തും തെറ്റുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അതോ എൻ്റെ ലൈഫ് ഇനിയിപ്പോൾ കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ രേവതി സമ്പത്ത് ഇപ്പോൾ പറയുന്ന കേസുമായിട്ട് മുമ്പോട്ട് ഞാൻ പോകുന്നൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇനി വേറെ ആരെങ്കിലും ഉന്നത തലത്തിൽ നിന്ന് അവർക്ക് വല്ല ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടായതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്നാൽ രേവതി സമ്പത്ത് ഇപ്പോൾ പറയുന്നത് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, പക്ഷേ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയും, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് അവരുടെ വ്യക്തിപരമായ കാര്യം തന്നെ. പക്ഷേ ഒരു പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അവർ ഉറപ്പായും കേസുമായിട്ട് മുമ്പോട്ട് പോകണം. അവരെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും പുറത്തു വരണം. അത് അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് അറിയണം. അതോടൊപ്പം മറ്റു പെൺകുട്ടികൾക്ക് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം ഈ രേവതി സമ്പത്തിൻ്റെ ഈ ഇടപെടൽ കാര്യങ്ങളൊക്കെ. ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർക്ക് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരപ്പോൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെന്ന് പറയും. ഇപ്പം സിദ്ദിഖ് രാജിവെച്ചത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടായി, സിദ്ദിഖിൻ്റെ മേലെ എന്തോ കുറ്റമുണ്ട്, അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഇപ്പോൾ രാജിവെക്കാതിരിക്കുകയും ഈ പുള്ളിക്കാരി എനിക്ക് കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പം എന്ത് ചിന്തിക്കും? ഇവരുടെ പക്ഷത്താ കുറ്റം എന്ന് ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലും വരാതിരിക്കാൻ, രണ്ടുപേരും കുറ്റക്കാരാണോ അല്ലയോ, അല്ലെങ്കിൽ അവരെ ഒരു അബ്യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ റേപ്പ് ചെയ്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയണം. പിന്നെ അതോടൊപ്പം ആ ഹോട്ടലിലേക്ക് ഈ രേവതി സമ്പത്ത് പറഞ്ഞ കുട്ടി ഒറ്റയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ
അതിശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സിനിമയുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവർക്ക് അവരുടെ പേരൻറ്റിനെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നു. അവർ ഒറ്റയ്ക്ക് പോയത് എന്തിനാണെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ രേവതി സമ്പത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: എനിക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു മാതൃകാപരമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരാൾക്കെതിരെ അവർക്ക് അബ്യൂസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അത് പുറത്ത് കൊണ്ടുവരണം. അത് സിദ്ദിഖായാലും ശരി, മോഹൻലാലായാലും ശരി, മമ്മൂട്ടിയാണേലും ശരി, ആരാണേലും ശരി, അത് പുറത്ത് കൊണ്ടുവരണം. എല്ലാം പറഞ്ഞതിന് ശേഷം എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിച്ച് വേറെ അവരെ വീണ്ടും സൈബർ ബുള്ളിങ്ങിന് അവർ സ്വയം കൊടുക്കുന്ന പോലെയാണ് ആയിത്തീരുന്നത്. എന്തായാലും ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഇതുപോലെ സെയിം കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു ബംഗാളി നടിയെ അബ്യൂസ് ചെയ്തു എന്ന തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുന്നു. അതിൻ്റെ പുറകെ രഞ്ജിത്തിന് ഒത്തിരി സമ്മർദ്ദമുണ്ട് എന്ന തരത്തിൽ പറഞ്ഞ ഓരോ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കെതിരെ വരുമ്പോൾ ഉറപ്പായും ആ സ്ഥാനത്ത് അവർക്ക് പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജികളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം പലരിൽ നിന്നും. നമുക്ക് കാത്തിരിക്കാം. ഇനി എന്താണ്, രേവതി സമ്പത്താണെങ്കിൽ എല്ലാ ചാനലിലും ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പോലും അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇത്രേ ഒക്കെ അവരുടെ ചെറുപ്രായത്തിൽ 10-20 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് പറയുമ്പോൾ ഉറപ്പായി അത് അയാൾക്കെതിരെ കേസ് കൊടുക്കുകയും അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് മറ്റുള്ള യുവനടിമാർക്കൊക്കെ ഒരു മാതൃകാപരമായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ സമൂഹത്തിന് ഇവരൊക്കെ നടന്മാരെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇവരെ ഇഷ്ടപ്പെടുകയും ഇവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആരാധകരെയെങ്കിലും വിചാരിച്ച് ഇവരൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ, വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തവും കൃത്യമായിട്ട് സംസാരിച്ച് അതിൻ്റെതായ ലീഗലി പോകേണ്ട കാര്യങ്ങൾക്ക് ലീഗലി പോകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബായ്.